ഹായ് കൂട്ടുകാരെ, പഴയകാല രുചിയിൽ ഒരു കറി തയ്യാറാക്കാം. അതിനായി ഉണക്ക ചെമ്മീൻ ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ അരച്ച് വയ്ക്കാം. ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളരിക്ക തൊലി കളഞ്ഞ് നുറുക്കിയെടുത്തതും കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോൾ മൂടി തുറന്ന് വറുത്ത് വെച്ച ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതും നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് വെന്ത് വരുമ്പോൾ പുളിക്ക് ആവശ്യത്തിനായ മാങ്ങയോ അല്ലെങ്കിൽ ഇരുമ്പമ്പുളിയോ ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം. വെള്ളരിക്കയ്ക്ക് പകരം പടവലങ്ങയോ കായയോ അല്ലെങ്കിൽ ചക്കക്കുരു ഇതൊക്കെ ചേർത്ത് ഇതുപോലെ കറി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരണം. ഇത് നല്ലപോലെ തിളച്ച് വെന്ത് വന്നാൽ നമുക്കൊന്ന് താളിപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായി ഒരു തവ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും അരിഞ്ഞു വെച്ച ചെറുള്ളിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി ചോറിനും ചപ്പാത്തി അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ.